വെൽക്കം ബാക്ക് മല്ലൂസ് കഫേ. ഞാൻ ശ്രദ്ധ. നിങ്ങൾക്ക് ഏവർക്കും പുതിയൊരു എപ്പിസോഡിലേക്കും പുതിയൊരു റെസിപ്പിയിലേക്ക് സ്വാഗതം. ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സൈഡിൽ കാണുന്ന ബെൽ ബട്ടണും കൂടി ഒന്ന് ഇനേബിൾ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ പോസ്റ്റ് ചെയ്യുന്ന ഓരോ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അന്നേരം കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഇന്ന് ഞാൻ മല്ലൂസ് കഫേയിലൂടെ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത് ക്യാപ്സിക്കം വെച്ചിട്ടൊരു തോരൻ്റെ റെസിപ്പിയാണ്. ആക്ച്വലി ഈ ഒരു റെസിപ്പി എനിക്ക് പറഞ്ഞു തന്നത് എൻ്റെ ഹസ്ബൻഡിൻ്റെ അമ്മയാണ്. അപ്പം നമുക്ക് ആ തോരൻ റെഡിയാക്കുന്ന രീതി എങ്ങനെയാണെന്ന് മല്ലൂസ് കഫേയിലൂടെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് തോരൻ റെഡിയാക്കുന്ന രീതി എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് ക്യാപ്സിക്കം തോരൻ റെഡിയാക്കുന്ന രീതി എങ്ങനെയാണെന്ന് നോക്കാം. അതിനുവേണ്ടി ഞാൻ ഇവിടെ ഒരു 250 ഗ്രാമോളം ക്യാപ്സിക്കം ചെറിയ സ്ക്വയർ രീതിയിൽ കട്ട് ചെയ്തത് എടുത്തു വെച്ചിട്ടുണ്ട്. എരിവിന് വേണ്ടി ഒരു 5 പച്ചമുളക് ഇവിടെ കട്ട് ചെയ്ത് ഇതുപോലെ നീളത്തിൽ കട്ട് ചെയ്തത് എടുത്തു വെച്ചിട്ടുണ്ട്. മീഡിയം 2 സവാള ചെറിയ പീസസായിട്ട് കട്ട് ചെയ്തതുണ്ട്. ആവശ്യത്തിനുള്ള കറിവേപ്പില എടുത്തു വെച്ചിട്ടുണ്ട്. പിന്നീടെന്ന് പറയുന്ന ഒരു വലിയ പൊട്ടറ്റോ ചെറിയ ക്യൂബ്സായിട്ട് കട്ട് ചെയ്തത് എടുത്തു വെച്ചിട്ടുണ്ട്. പൊട്ടറ്റോ ഓപ്ഷണലാണ്, വേണമെന്നുണ്ടെങ്കിൽ ആഡ് ചെയ്യാം. പിന്നീട് എടുത്ത് വെച്ചിരിക്കുന്നത് ഒരു 1/2 കപ്പോളം തേങ്ങ ചിരകിയതാണ്. ഒരുപാട് തേങ്ങയുടെ ആവശ്യമൊന്നുമില്ല. പിന്നീട് മുളക് പൊടി മഞ്ഞൾപ്പൊടി എടുത്ത് വെച്ചിട്ടുണ്ട് എരിവിന് വേണ്ടി. പിന്നെ അത്യാവശ്യത്തിനുള്ള ഉപ്പ്, അതുപോലെ തന്നെ കടുക്. അപ്പോൾ നമുക്ക് റെഡിയാക്കുന്ന രീതി എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ തോരൻ റെഡിയാക്കാൻ വേണ്ടി ഞാൻ ഇതുപോലൊരു കടായി എടുത്ത് വെച്ചിട്ടുണ്ട്. കടായി അത്യാവശ്യം നല്ലതുപോലെ ചൂടായിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂൺ അളവിൽ സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കുകയാണ്. 1 ടേബിൾ സ്പൂണാണ്, ടീസ്പൂൺ അല്ല. 1 ടേബിൾ സ്പൂൺ അളവിൽ സൺഫ്ലവർ ഓയിൽ ചേർത്തിട്ടുണ്ട്. അപ്പോൾ എണ്ണയൊന്ന് നല്ലതുപോലെ ചൂടായതിന് ശേഷം നമുക്കിതിലേക്ക് 1/2 ടീസ്പൂൺ അളവിൽ കടുക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ കടുക് ഒന്ന് പൊട്ടും വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്താലോ. അപ്പോൾ കടുക് പൊട്ടുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കാം, നമ്മുടെ മുഖത്തോട്ടൊന്നും തെറിച്ച് വരാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ കടുകൊക്കെ ഇവിടെ നല്ലതുപോലെ പൊട്ടി വന്നിട്ടുണ്ട്. കടുക് പൊട്ടിയതിന് ശേഷം വേണം ബാക്കി കാര്യങ്ങൾ ചേർക്കാൻ. അപ്പോൾ ഇതിലേക്ക് ഞാൻ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സവാള, 2 മീഡിയം സവാളയാണ് നമ്മളിവിടെ എടുത്തിരുന്നത്, അതും പച്ചമുളകും കറിവേപ്പിലയും കൂടി ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഇതിന് ഞാനൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതൊന്ന് വേഗം വാടി കിട്ടാൻ വേണ്ടി നമുക്കിതിലേക്കൊരു 1/2 ടീസ്പൂൺ അളവിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതൊന്ന് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ചേർക്കുകയാണെങ്കിൽ അത് കറക്റ്റായിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ ഞാനിതിലേക്കൊരു 1/2 ടീസ്പൂൺ അളവിൽ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. വേഗം ഒന്ന് ഈ ഉള്ളിയും പച്ചമുളകും ഒക്കെ ഒന്ന് വേഗം ഒന്ന് വാടി കിട്ടാൻ വേണ്ടി. പച്ചമുളകും ഉള്ളിയൊക്കെ നല്ലതുപോലെ എണ്ണയിലൊന്ന് വാടി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് നമുക്ക് ഇനിയും ചേർക്കാനുള്ളതെന്ന് പറഞ്ഞാൽ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പൊട്ടറ്റോയാണ്. അപ്പോൾ ഈ ഒരു ടൈമിലാണ് നമ്മൾ പൊട്ടറ്റോ ആഡ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതിനെയൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതിലേക്ക് തന്നെ ഞാൻ എടുത്തു വെച്ചിരിക്കുന്ന മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ മുളക് പൊടിയുടെയും മഞ്ഞൾപ്പൊടിയുടെയൊക്കെ ഒരു പച്ച മണം മാറും വരെ നമുക്ക് ഈ പൊട്ടറ്റോയുടെ ഉള്ളിയുടെയൊക്കെ കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. മുളക് പൊടിയുടെ മഞ്ഞൾപ്പൊടിയുടെയൊക്കെ ആ ഒരു പച്ചമണം മാറിയിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് ഞാൻ കട്ട് ചെയ്ത ക്യാപ്സിക്കം കൂടി ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരുന്ന ക്യാപ്സിക്കം കൂടി ഇതിൽ ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിതൊന്ന് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം. നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്കൊരു അടപ്പ് പാത്രം വെച്ച് അടച്ചിട്ടൊരു 5 മിനിറ്റോളം നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം. അപ്പം നമ്മളിതിൽ വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഓൾറെഡി ഈ ക്യാപ്സിക്കത്തിൽ കുറച്ച് വെള്ളത്തിൻ്റെ അംശമുണ്ട്. അതുപോലെ തന്നെ നല്ലൊരു സോഫ്റ്റ് ആയിട്ടുള്ളൊരു വെജിറ്റബിളാണ് ഈ ക്യാപ്സിക്കം എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ വെള്ളത്തിൻ്റെ ആവശ്യമൊന്നുമില്ല. അപ്പോൾ നമുക്ക് ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ആയിട്ടുണ്ട്. നമുക്കിനി ഒരു അടപ്പ് പാത്രം വെച്ച് അടച്ച് ഒരു 5 മിനിറ്റോളം നമുക്കിതൊന്ന് വേവിച്ച് റെഡിയാക്കിയെടുക്കാം. അപ്പോൾ ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ തോരൻ എന്തായെന്ന് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ ഞാനിതിൻ്റെ ഇടയ്ക്ക് ഞാനിതൊന്ന് മിക്സാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഇടയ്ക്ക് ഞാൻ ഒട്ടും വെള്ളമൊന്നും ചേർത്തിട്ടില്ല. ആ ഒരു ക്യാപ്സിക്കത്തിൽ നിന്നുള്ള വെള്ളത്തിൻ്റെ അംശം മാത്രമേ ഉള്ളൂ ഈ ഒരു തോരനിലുള്ളത്. അപ്പോൾ ഇനിയും നമുക്ക് ചേർക്കാനുള്ളതെന്ന് പറഞ്ഞാൽ നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന തേങ്ങാപ്പീരയാണ്.
അധികം തേങ്ങാപ്പീരയൊന്നും ഇല്ല, ഒരു അരക്കപ്പോളം തേങ്ങാപ്പീരയേ ഉള്ളൂ. അതും കൂടി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിനും ചേർത്തതിന് ശേഷം ഇനി നമുക്ക് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നമുക്ക് തേങ്ങാപ്പീര ചതയ്ക്കുകയോ വെളുത്തുള്ളിയുടെ ആവശ്യമോ ജീരകത്തിൻ്റെ ആവശ്യമോ ഒന്നും വേണ്ട, കുറച്ച് തേങ്ങാപ്പീര മാത്രം മതി. അതും ഡയറക്റ്റ് നമ്മൾ ഈ തോരനിലേക്ക് ഇടുകയാണ്. സാധാരണ രീതിയിൽ നമ്മൾ തോരൻ റെഡിയാക്കുമ്പോൾ അത് വെളുത്തുള്ളിയും ജീരകമൊക്കെ ചേർത്തൊന്ന് ചതച്ചതിന് ശേഷമാണ് തോരനിൽ ചേർക്കാറ്. അപ്പോൾ ക്യാപ്സിക്കം തോരന് നമുക്ക് ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഡയറക്റ്റ് ഒരിച്ചിരിയും തേങ്ങാപ്പീര ഇതിലേക്ക് ഇട്ട് കൊടുക്കുക എന്നുള്ളത് മാത്രമാണ്. അപ്പോൾ ഇതിവിടെ ഞാൻ നല്ലപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഞാൻ ഉപ്പൊന്ന് നോക്കിയപ്പോൾ കുറച്ച് ഉപ്പിൻ്റെ അംശം കുറവുണ്ടായിരുന്നു. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഞാൻ ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഗ്യാസ് ഒന്ന് ഹൈ ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ട് നമുക്കിതൊന്ന് ഡ്രൈ ആക്കി എടുത്തിട്ട് ഒരു സെർവിങ് ഡിഷിലേക്ക് മാറ്റാം. അപ്പോൾ ഞാൻ റെഡിയാക്കിയ ക്യാപ്സിക്കം തോരൻ ഞാനിവിടെ ഒരു സെർവിങ് ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. നമുക്ക് വേഗം വീടുകളിൽ റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. അപ്പോൾ നിങ്ങൾ ഏവരും ഇത് വീടുകളിൽ ട്രൈ ചെയ്ത് നോക്കുക. ഒരു വെറൈറ്റി തോരൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഏവർക്കും എൻ്റെ ഈ ഒരു റെസിപ്പി ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും ഞങ്ങളെ അറിയിക്കുക. പുതിയൊരു എപ്പിസോഡിൽ പുതിയൊരു റെസിപ്പിയുമായി കാണുന്നത് വരേക്കും താങ്ക് യു.